നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാമിനാഥൻ വക്കീല് എന്തേലും തെറ്റിദ്ധാരണയുടെ പുറത്താവും അങ്ങനെ ചെയ്തത്. ഞാൻ വക്കീലിനെ വിളിച്ച് വിവരം പറഞ്ഞോളാം. അദ്ദേഹം ആ പരാതി പിൻവലിക്കും. അതോടെ ആ മാറ്റർ അവസാനിക്കുമല്ലോ. എന്നാലും ശരണ്യ ഇപ്പൊ എവിടെയാണെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അതറിയാനുള്ള റൈറ്റ് ഉണ്ട് പോലീസിന്. അതിനെന്താ, അവള് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഉടനെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി വിവരങ്ങൾ ബോധിപ്പിച്ചോളാം. ശരി. പോലീസായിരുന്നു വന്നത്. ഞാൻ അപ്പുറത്തായിരുന്നോണ്ട് ഒന്നും അറിഞ്ഞില്ല. എന്തിനാ മോളെ അവര് വന്നത്? ശരണ്യെ തിരക്കിയാ വന്നത്. അവൾ എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞേ തീരൂന്ന്. ഇത്ര ഗൗരവത്തോടെ അവരന്വേഷിച്ചു വരണമെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ടല്ലോ മോളെ. കാണാനില്ലാന്ന് പരാതി കിട്ടിയാൽ പോലീസ് അന്വേഷണം നടത്തണമല്ലോ അച്ഛാ. വക്കീൽ സ്വാമിനാഥൻ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എവിടെയാണോ ഈശ്വര ശരണ്യ പോയിട്ടുണ്ടാവുക? ആരോടും പറയാതെ ഈ കുട്ടി എന്ത് അബദ്ധമായി കാണിക്കുന്നത്? ഇല്ലച്ചാ, അവൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഒരു യാത്ര പോവാണെന്ന്. വന്നിട്ട് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് പറയാമെന്നും പറഞ്ഞു. മോൾ ഈ വിവരം എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. അതറിഞ്ഞിരുന്നെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ ഇക്കാര്യം അത്ര ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ലായിരുന്നു അച്ഛാ. നമ്മുടെ ശരണ്യെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? അവൾ ഒരിക്കലും ഒരു അവിവേകവും കാണിക്കില്ല, അതെനിക്കറിയാം. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ അവളോട് പറ മോളെ. ശരി അച്ഛാ, ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കാം. ഹലോ, എന്തായി? സംഗതി ചീറ്റിപ്പോയി.